Good morning, friends. I am Narayan Poti here. Have a wonderful day. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ എക്സസൈസ് റെജിമെനെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യു ക്യാൻ വിൻ ബൈ ഷിവിക്കരയുടെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് ഞാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിപ്പിൾ ഇ ആണ് നമ്മൾ സംസാരിച്ചത്. എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യണേ. കുട്ടികളുടെയൊക്കെ 8 വയസ്സിനുള്ളിൽ തന്നെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. So you have to be very careful from the day the boy is in the നമ്മുടെ അഭിമന്യു എഫക്റ്റ് വരെ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു എൻവിറോൺമെൻറ്റ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ട്രിപ്പിൾ ഇ. ഇത് 3 കാര്യങ്ങളാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഡിഗ് ചെയ്യുമ്പോൾ കുറേ നാൾ ഡിഗ് ചെയ്താൽ ഗോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ മാതിരി ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പേഴ്സൺ. അങ്ങനെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഡെഫിനറ്റ് ആയിട്ട് ഹി വിൽ ബി എ പേഴ്സൺ ഹൂ ഈസ് കെയറിങ് അതേഴ്സ്. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും. രണ്ടാമത് ഹി വിൽ ബി ഓൾവേസ് ബി കോൺഫിഡൻറ്റ്, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. മൂന്നാമത് ക്ഷമയുണ്ടാവും, വളരെ പേഷ്യൻ്റ് ആയിരിക്കും. എന്ത് കാര്യം കണ്ടാലും ക്ഷമയോടെ കൂടെ അത് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. പിന്നെ ഹമ്പിളായിരിക്കും, വളരെ സിമ്പിൾ ലിവിങ് ആയിരിക്കും, വളരെ ഹമ്പിളായിരിക്കും. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ചില സമയത്ത് അങ്ങനെ ആവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഒറിജിനലി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണെങ്കിൽ ത്രൂ ഔട്ട് ദ സീസൺ 24 hours, all 365 days, he will be positive. എപ്പോഴും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടും. ഇനി ചിലർ ചോദിക്കാറുണ്ട്, സാർ ഇതുകൊണ്ട് എന്താ ഗുണം? ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ട് എന്താ ഗുണം? അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് എന്താ ഗുണം? എൻ്റെ ഫാക്ടറിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ട് എന്താ ഗുണം? ഡെഫിനറ്റായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, നിങ്ങളുടെ ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ടീം വർക്ക്, നിങ്ങളൊരു ഫാക്ടറി നടത്തുക അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടീമിലുള്ളവർ, നിങ്ങളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഒരു ബിസിനസ് ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് പ്രോഫിറ്റ് കൂട്ടും. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ബന്ധുക്കളായിട്ടും നമ്മുടെ എംപ്ലോയീസായിട്ടും കസ്റ്റമേഴ്സായിട്ടും എല്ലാം നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്ട്രെസ് ഉണ്ടാവില്ല, സ്ട്രെസ് കുറവായിരിക്കും. ഇനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടത്തിൽ ഒരു കുറേ പാൽ കൊണ്ടുവച്ചു. ആ പാലിൽ ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ ആ പാൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് എ ടീം. പിന്നെ വെറുപ്പ്, വിദ്വേഷം, അസുഖങ്ങൾ, ഹൈ സ്ട്രെസ്, അവനവന് സ്ട്രെസ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് സ്ട്രെസ് ഉണ്ടാവും, കൂടെ നിൽക്കുന്നവർക്ക് സ്ട്രെസ് ഉണ്ടാക്കും. പോസിറ്റീവ് ആൾ അവനവൻ ഹാപ്പി ആയിരിക്കും, അടുത്തുള്ളവരെ ഹാപ്പി ആക്കുമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് അവർ നെഗറ്റീവ് ആയിരിക്കും, കൂടെ ഉള്ളവരെയും നെഗറ്റീവ് ആക്കും. നമ്മൾ നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരാൾക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലായി, ഹീ വാണ്ട്സ് ടു ചേഞ്ച് ടു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താണ് ചെയ്യാത്തത്? അതിന് ആദ്യം വേണ്ടത് ഹീ ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ ടു ചേഞ്ച്. എനിക്കിങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, ഐ വാണ്ട് ടു ചേഞ്ച്. ഞാനിപ്പോൾ എൻ്റെ വെയിറ്റ് 12 കിലോ കുറച്ചു, 93 നിന്ന് ഇപ്പോൾ 81 വന്നു. അതായത് അത് വെറുതെ നടക്കുന്നതല്ല. ഐ ഹാഡ് എ ബേണിംഗ് ഡിസയർ, അല്ലെങ്കിൽ ഒരു കമ്പൽസീവ് ഡിസയർ വന്നു, ആഗ്രഹം വന്നു. സോ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു, എൻ്റെ റൊട്ടീൻ ചേഞ്ച് ചെയ്തു, എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്തു, എൻ്റെ എക്സസൈസ് റെജിം ചേഞ്ച് ചെയ്തു. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതിന് വേണ്ടതൊരു ബേണിംഗ് ഡിസയറാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ബേണിംഗ് ഡിസയർ എന്താണെന്ന് പറയാം. പണ്ട് ഒരു ഗുരുകുല
പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ഒരു ഗുരുകുലത്തിലൊരു കൊച്ച് പഠിക്കാൻ ചേർന്നു. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്ന ഉടനെ പഠിപ്പിക്കുകയൊന്നുമില്ല. ഇന്നൊക്കെ നമ്മൾ എന്താണ് ഫീസ് അടച്ച് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടാൻ കാത്തിരിക്കുക പഠിപ്പിക്കാൻ. അന്ന് അങ്ങനെയൊന്നും പഠിപ്പിക്കില്ല. ആദ്യം ഗുരു എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഗുരുവും ഗുരുവിൻ്റെ പത്നിയും എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരെ കൊണ്ട് വീട്ടിലെ പണിയെല്ലാം എടുപ്പിക്കും. പണിയെല്ലാം എടുത്തിട്ട് അവർക്ക് തോന്നണം ഇവൻ പോസിറ്റീവാണ്, ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്, ഇവന് തീവ്രമായ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ ഒരു പയ്യൻ ജോയിൻ ചെയ്തു, ഒരു ഗുരുകുലത്തിൽ ജോയിൻ ചെയ്തു. അവനെ കൊണ്ട് മറ്റേ ഗുരു അവന് ആദ്യം പശുവിനെ കറക്കാൻ കൊടുത്തു. പശുവിൻ്റെ തൊഴുത്ത് വൃത്തിയാക്കണം, ഇലകൾ മുറിച്ചുകൊണ്ട് വരണം, വിറക് വെട്ടിക്കൊണ്ട് വരണം, തുണി അലക്കണം, പാത്രം കഴുകണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം, എല്ലാ പണികളും ഇങ്ങനെ എടുപ്പിക്കുക. കുറേ കുട്ടികളുണ്ട്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഇവന് മാത്രം പഠിപ്പിക്കാനായിട്ട് ഇവൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഇവനാകെ ടെൻഷനായി. എൻ്റെ ടീച്ചർ എന്നെ മാത്രം അഡ്മിറ്റ് ചെയ്യാത്ത. അതേ സമയങ്ങളിൽ ഇവൻ കഴിഞ്ഞ് വന്നവരെ അഡ്മിറ്റ് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ കഴിഞ്ഞ് വന്ന കുട്ടികളെ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങി, എന്തുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്നില്ല? അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് ഇതുവരെ ഒരു തീവ്രമായ ആഗ്രഹമില്ല. അപ്പോൾ പറഞ്ഞു, ആഗ്രഹമില്ലെങ്കിൽ ഞാനിവിടെ വരുമോ? ഞാൻ ജോയിൻ ചെയ്യുമോ? ഇപ്പോൾ 3 മാസമായില്ലേ? ശരി, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം എൻ്റെ കൂടെ വാ. അങ്ങനെ വൈകുന്നേരം ഗുരു കുളിക്കാൻ പോയപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ രണ്ടുപേരും മുങ്ങി കുളിക്കുക. മുങ്ങണ സമയത്ത് ഗുരു എന്ത് ചെയ്തു? കൊച്ചിനെ താത്തി പിടിച്ചു വെള്ളത്തിലേക്ക്. ശിഷ്യന് ശ്വാസം മുട്ടി. അവൻ കംപ്ലീറ്റ് ശക്തി എടുത്തുകൊണ്ട്, കംപ്ലീറ്റ് എനർജി എടുത്തുകൊണ്ട് മുകളിലേക്ക് ഒറ്റ ചാട്ടം. എന്നിട്ട് ഗുരുവിൻ്റെ കുത്തിനെ പിടിക്കാൻ പോയി. ഇതായിരുന്നു പണിയല്ലേ എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞാൽ അല്ല, ഇപ്പം നീ എത്ര ശക്തിയോടുകൂടിയാണോ പുറത്തേക്ക് ശ്വാസം കിട്ടാതെ പുറത്തേക്ക് വന്നേ, ഇതാണ് ബേണിംഗ് ഡിസയർ. ഇത്രയധികം ബേണിംഗ് ഡിസയർ നിങ്ങൾക്ക് വേണം ഫോർ എ ചേഞ്ച്. ചെറിയ കാര്യം പോരാ. ഇപ്പം നമ്മൾ തന്നെ വിശപ്പില്ലാത്തവന് ഞങ്ങൾ എല്ലാ ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സേവാഭാരതി ആലുവയുടെ കെയർ ഓഫിലാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഡിസർവിങ് അല്ലാത്ത ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ വേസ്റ്റായിട്ട് അവിടെ ഇടും. അതേസമയം ചിലർ കഴിക്കണം നമ്മൾ കാണുമ്പോൾ അവന് ഭയങ്കര വിശപ്പാണ്. വിശപ്പില്ലാത്തവന് ബിരിയാണി കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് കൊടുക്കണേ കേട്ടോ. അപ്പോൾ യു ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ ടു ചേഞ്ച്. പിന്നെ എന്ത് വേണം? പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കുറേ ആഹാരങ്ങളുണ്ട്. കഴിക്കുന്ന ആഹാരം, ചെവിക്കിടെ കൊഴുക്കുന്ന ആഹാരം, കണ്ണിക്കൂടെ കാണുന്ന ആഹാരം. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ പോസിറ്റീവ് മാത്രം കേൾക്കുക, പോസിറ്റീവ് മാത്രം കാണുക, നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ദിവസവും പെൻഡ്രൈവിൽ സ്പീച്ചസ് കയറ്റിയിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. രാത്രിയും കാലത്തും പകലൊക്കെ കേൾക്കും. നല്ല കാര്യങ്ങൾ മുഴുവൻ കേൾക്കും. അപ്പോൾ ആ ഒരു ശീലം തുടങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് തൊട്ട് പോസിറ്റീവായിട്ടുള്ള ശീലങ്ങൾ തുടങ്ങുക. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. എൻ്റെ നമ്പർ 9349146805. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.